വെറും വയറിളക്കമാണെന്ന് കരുതിയിട്ട് ഇപ്പോൾ ഈ സീസണിലുള്ള വയറിളക്കം നമ്മൾ അവഗണിച്ച് കളയരുത്. അത് ചിലപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ മൺസൂൺ സീസണിൽ കേരളത്തിൽ പടർന്നു പിടിച്ചിട്ടുള്ള ഷിഗല്ല എന്ന് പറയുന്നുള്ള രോഗമാവാം. ഷിഗല്ല എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. അത് നമുക്ക് സാധാരണ എല്ലാവർക്കും വയറിളക്കം വരുന്ന പോലെയോ അല്ലെങ്കിൽ ഫുഡ് പോയ്സൺ വരുന്ന പോലെയൊക്കെ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ അത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന ഇല്ലെങ്കിൽ മരണത്തിന് വരെ കാരണമാവുന്ന ഒരു രോഗമാണ്. അപ്പം പനിയോടൊപ്പം തന്നെ പ്രധാനമായിട്ട് ഷിഗല്ലയുടെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് പനി വരാം, പനി, ക്ഷീണം, അതിൻ്റെ ഒപ്പം തന്നെ സാധാരണ നമുക്ക് വരുന്നത് പോലുള്ള ലൂസ് മോഷൻ, വോമിറ്റിങ്, വയറുവേദന, പിന്നെ നിർജ്ജലീകരണം, അതായത് കുറേ ഇങ്ങനെ വോമിറ്റ് ചെയ്യുക, ലൂസ് മോഷനൊക്കെ ചെയ്തിട്ടുള്ള ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെടുന്നവ തുടങ്ങിയവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇതിൻ്റെ പ്രത്യേകിച്ച് നമുക്ക് സാധാരണ വയറിളക്കത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മലത്തിൽ ബ്ലഡോ കഫോ ഒക്കെ കൂടുതലായിട്ട് കാണുമോ ഒക്കെ ചെയ്യാം. അപ്പം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് അവഗണിക്കരുത്. ഷിഗല്ല പ്രധാനമായിട്ടും പടരുന്നത് അത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വളരെ പെട്ടെന്ന് പടരുന്ന രോഗമാണ്. ഇത് പ്രധാനമായിട്ട് പടരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മോശം വെള്ളം, അല്ലെങ്കിൽ ശുദ്ധീകരിക്കാത്ത വെള്ളം, അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ് നമ്മൾ വൃത്തിയായിട്ട് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുക, ടോയ്ലറ്റിൽ പോയിട്ട് കൈ മര്യാദക്ക് വാഷ് ചെയ്യാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇത് ഷിഗല്ല പെട്ടെന്ന് പടരുന്നതിന് കാരണവും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ ഇപ്പോൾ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പം ഈ ഒരു കാലാവസ്ഥയിലെങ്കിലും അത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ പുറത്തുനിന്ന് ശുദ്ധമല്ലാത്ത സാഹചര്യത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. ബാത്റൂമിൽ പോയി കഴിയുമ്പോൾ സോപ്പിട്ട് കൈ വാഷ് ചെയ്യുക, എന്തെങ്കിലും തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളമേ കുടിക്കാവുള്ളൂ തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വരുന്നതായിട്ട് കാണുകയാണെങ്കിൽ അധികം വെച്ചുകൊണ്ടിരിക്കരുത്. അത് ബുദ്ധിമുട്ടുകളിലേക്ക് ചിലപ്പോൾ പോവാം. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടികളിലും പ്രായമുള്ളവരിലും ഇത് പെട്ടെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ആരോഗ്യ പ്രശ്നങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ സീരിയസ്നെസ് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ട്, വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോവുകയോ മരണം സംഭവിക്കുകയോ ചെയ്യാവുന്ന ഒരു രോഗമാണ്. അപ്പോൾ ചുമ്മാ സീസണലായിട്ടുള്ള വയറിളക്കവും പനിയാണെന്ന് കരുതിയിട്ട് ഈ പനി, വയറിളക്കം, ബ്ലഡൊക്കെ കാണാൻ അങ്ങനെ ചെയ്താൽ ഉപേക്ഷിച്ച് മീൻസ് മൈൻഡ് ചെയ്യാണ്ട് അത് ഇതാക്കരുത്. എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. Keep in touch.